എനിക്കെന്തോ കുഞ്ഞിനെ കാണാനില്ലെന്ന് അറിഞ്ഞത് തൊട്ട് വേറെ എന്തോ ആ കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം മനസ്സിലേ. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അമ്മാവ, എന്നിട്ട് ഞാൻ അമ്മാവനെ അങ്ങോട്ട് വിളിക്കാം. എടാ അതെ, ഈ ഹോസ്പിറ്റലുകാർക്ക് ജ്യോതിയുടെ കല്യാണം കഴിഞ്ഞോന്നും അവള് മനുവിന്റെ വീട്ടോട്ട് പോയോന്നൊന്നും അറിയേല, ശരിയല്ലേ? അവിടെ സത്യത്തിൽ നിന്ന് നിത്യയെ ആശുപത്രി കൊണ്ടുപോയ നാട്ടുകാർക്കും അറിയേല. നീ ഉറപ്പിച്ചോ, ഇതിന്റെ പിന്നിലെ ആരോ കളിക്കുന്നുണ്ട്. അമ്മാവനെ ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. എടാ പിന്നെ നീയേ ഹലോ കട്ടാക്കി. ഇനി ഞാൻ തന്നെ പോയി പാല് മേടിച്ചോണ്ട് വരണം. നല്ല ചെറുക്കനോട് പോയായിരിക്കും. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ വിളിക്കാമേ. മനുവിന്റെ അച്ഛനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ നിത്യ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം നിങ്ങൾ ആരാ വിളിച്ചു പറഞ്ഞത്? ഇപ്പൊ അത് അറിഞ്ഞിട്ടെന്തിനാ? അതിന്റെ കണക്കെന്തിനാ ഇപ്പൊ എടുക്കുന്നേ? അല്ല, ഞാൻ എൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിച്ചത്. ഇക്കാര്യം അറിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയത് നിമിഷങ്ങൾക്കുള്ളില്ല. അല്ല, അതിനുള്ളിൽ വേറൊരാൾ നിങ്ങളെ വിളിച്ച് പറയാന്ന് പറഞ്ഞ അപകട സ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ ഇതൊക്കെ നോക്കിയിട്ടാണോ വിളിച്ചു പറയാ? അല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ കുഞ്ഞിന് വേണ്ടിയുള്ള തെരച്ചിലാണ് നമ്മൾ. എല്ലാ തെളിവുകളും പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീയാ വിളിച്ചത്. സംസാരിച്ചത് മനുവിന്റെ അമ്മയാ. ആ സ്ത്രീയുടെ പേരെന്താണെന്നെങ്കിലും? അതൊന്നും പറഞ്ഞില്ല. കാര്യം പറഞ്ഞു, ഫോൺ വെച്ചു. മനുവിനെ നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു. അമ്മയുടെ ഫോണിലാണോ വിളിച്ചത്? വിളിച്ചത് എന്റെ ഫോണിലാ. അറ്റൻഡ് ചെയ്തത് അവളാ. ആ നമ്പർ എനിക്കും തരുമോ? അല്ല, അവരെ വിളിച്ചു നോക്കിയാൽ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഞാൻ തരാം. പക്ഷേ ഇതൊക്കെ ഒരുമാതിരി ഇരുട്ടിത്തപ്പുന്ന ഏർപ്പാടായി പോകും. എന്തുപറ്റി? വിളിക്കുന്നില്ലേ? അത് ഞാൻ വിളിച്ചോളാം. ഹലോ വീണ, നീ എവിടെയാ? ഞാൻ ചത്തുപോയി ഹരിയേട്ടാ. അച്ഛൻ പറഞ്ഞില്ലേ ഒന്നും? അച്ഛൻ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി മരിച്ചെന്ന് കണക്കാക്കി കർമ്മങ്ങളൊക്കെ ചെയ്തല്ലോ. നീ ഇപ്പൊ എവിടെയാ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്തിനാ ഹരിയേട്ടാ? അച്ഛനും ഞാനും തമ്മിലുള്ള പിണക്കം മാറ്റാനാണോ? ഞാൻ ഇനി അങ്ങോട്ടില്ല. ഞാൻ കാണണോന്ന് പറഞ്ഞ അതിനൊന്നും അല്ല. പിന്നെന്താ? ഹരിയേട്ടൻ ഇനി എന്തെങ്കിലും ഒപ്പിട്ട് വാങ്ങിക്കാനുണ്ടോ? കാണും. വീണ, എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ, ഇപ്പൊ തന്നെ. വലിയ തിരക്കാണല്ലോ. കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു. വീടും കൂടിയൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിപ്പോ ഒരു ലോഡ്ജിൽ അഭയാർത്ഥിയാ. അഭയാർത്ഥി എന്ന് പറയുമ്പോ കൊടുക്കാൻ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ലോഡ്ജ് മുതലാളിയുടെ കാല് പിടിച്ച് ഇവിടെ കൂടിയിരിക്കുന്നു. ഇങ്ങോട്ടൊക്കെ വരാൻ ഹരിയേട്ടന് ബുദ്ധിമുട്ടല്ലേ? ഹരിയേട്ടൻ ഒരു മാന്യനല്ലേ? എടി, നീ സ്ഥലം പറ. ഓക്കെ, സ്ഥലം ഞാൻ പറയാം. ഇവിടെ വന്നിട്ട് എന്നെ തല്ലാനും കൊല്ലാനൊന്നും നിൽക്കല്ലേ ഹരിയേട്ടാ. എന്റെ ജീവിതം ഇപ്പൊ വലിയ കഷ്ടപ്പാടില്ല. ബസ് സ്റ്റോപ്പിന്റെ പുറകില് ഒരു ചെറിയ ലോഡ്ജ് മുറിയുണ്ട്. അവിടെ 104-ാമത്തെ മുറിയിലാ ഞാൻ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഹരിയേട്ടൻ എന്തായാലും വരുമെന്ന് എനിക്കറിയാം. ഹരിയേട്ടന് ഈ കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ.
വീണ അങ്ങനെയാണ് ഹരിയേട്ട. കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ വീണ വീണയുടെ മുമ്പിൽ എത്തിക്കും. എന്തായാലും ഹരിയേട്ടൻ വാ. പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെയായി. മോനെ കുറിച്ചൊരു വിവരവും ഇല്ല. ബന്ധുക്കളുടെ കൂട്ടത്തിലേ കുടുംബത്തിനൊരു പേരുണ്ടായിരുന്നതാ. അതെല്ലാം ഇപ്പൊ വെള്ളത്തിലായി. ഇനിയിപ്പൊ കുഞ്ഞിനെങ്ങാനും തിരിച്ചു കിട്ടിയില്ലെങ്കി. ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സുജാതയെ ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. കുഞ്ഞു കൂടെ ഇല്ലെങ്കിൽ ജ്യോതി ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവില്ല. അവള് നിങ്ങളെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഉള്ള കാര്യം പറയുന്നത് കൊണ്ട് എന്താ? എനിക്കാരെയും വെട്ടിപ്പിരിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല സുജാതെ. സാഹചര്യത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ. ഞാൻ വിളിക്കാവേ. ഹരിയേട്ടൻ ഇത്ര പെട്ടെന്നെത്തിയോ? വാ. വാ ഇരിക്ക്. ഹരിയേട്ടൻ കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. ഇവിടെ ഞാനിപ്പോ താമസം. ഞാൻ എന്തിനാ വന്നതെന്നൊക്കെ നിനക്ക് വ്യക്തമായിട്ട് അറിയാം. ആദ്യം എവിടെ? ആദ്യോ? ആദ്യം നിന്റെ കസ്റ്റഡിയിലാണെന്നൊക്കെ എനിക്കറിയാം. കുഞ്ഞുങ്ങളെ കസ്റ്റഡിയിൽ വെക്കാൻ ഞാൻ എന്താ കൊള്ളക്കാരിയോ? ആദ്യെ കാണാതായ വിവരം മനുവിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞത് നീയല്ലേ? അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്.
അതിനേക്കാൾ കൂടുതൽ വേറെ എന്ത് വേണം ആദിയുടെ മിസ്സിംഗ് നീയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കാൻ? ഹരിയേട്ടൻ ആദ്യം തെരഞ്ഞു വന്നതാണെങ്കിലേ ഇതിനകത്ത് എവിടെ വേണമെങ്കിലും നോക്കിക്കാം. ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. എടീ, എന്തും ചെയ്യാൻ മടിക്കാത്തവളാണ് നീ എന്ന് എനിക്കറിയാം. നിന്നെ കൊന്നിട്ടാണെങ്കിലും കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും. താൻ ആരോടെ എന്നെ ഭീഷണിപ്പെടുത്താൻ? എന്റെ അച്ഛൻ എനിക്ക് തരേണ്ട സമ്പത്ത് മുഴുവൻ അനുഭവിച്ച് തീർക്കുന്നവനല്ലേ താൻ? എന്റെ അച്ഛൻ സ്വന്തം വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയപ്പോ ഒരു വാക്ക് ചോദിക്കാത്തവനല്ലേ താൻ? എന്നിട്ടിപ്പോ വേറെ ഏതോ ഒരുത്തിയുടെ കുഞ്ഞിനെ തനിക്ക് ഞാനിപ്പോ കാണിച്ചു തരണോ അല്ലേ? വീണോ? നിർത്തണോ? എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. മനസ്സുകൊണ്ട് ബലിയർപ്പിച്ച് എന്റെ അച്ഛൻ എന്നെ പടിയിറക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് താനാ. താനിങ്ങനെ ഇത്തിൽ കണ്ണി പോലെ ഒട്ടി നിൽക്കുന്നതുകൊണ്ടാ എന്റെ അച്ഛൻ എന്നെ വേണ്ടാതായത്. എല്ലാരും കൂടെ വീണയെങ്ങ് തോൽപ്പിക്കാന്നല്ലേ വിചാരിച്ചത്? എന്നാ വീണ എങ്ങനെ തോറ്റു തരാൻ തയ്യാറല്ല. താൻ എന്താടോ കരുതിയത്? വീണയെ പുറത്താക്കിയിട്ട് അവളെയും കെട്ടി സുഖമായിട്ടങ്ങ് ജീവിക്കാന്നോ? സമ്മതിക്കില്ലടോ. ഒരു നിമിഷം പോലും തനിക്കോ അവൾക്കോ ഞാൻ സമാധാനം തരില്ല. താനും അവളും ചിരിക്കുമ്പോ വീണ ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എല്ലാത്തിനെയും ഇവിടെ വരുത്തും, എന്റെ കാല് നക്കി തുടയ്ക്കാൻ. താൻ പറയുന്ന ഈ കൊച്ചുണ്ടല്ലോ, ഈ ആദി, അവൻ എവിടെയാണെന്ന് എനിക്കറിയാടോ. പക്ഷേ ഞാൻ ആർക്കും അവനെ കാണിച്ചു തരില്ല. കുഞ്ഞിനെ കൊണ്ടുപോയവര് ചെലപ്പോ അവനെ അങ്ങ് കൊല്ലും. നിങ്ങളൊന്നും അവന്റെ ശവം പോലും കാണില്ലടോ. അലറിയിട്ടൊന്നും ഒരു കാര്യമില്ലടോ. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞാ പിന്നെ അതിനെക്കുറിച്ച് ഒരു ചോദ്യം ഉണ്ടാവില്ല. പിന്നെ താനീ പൊക്കിപ്പിടിച്ചോണ്ട് വന്ന തെളിവുണ്ടല്ലോ, മനുവിന്റെ വീട്ടിലേക്ക് ഞാൻ ഫോൺ ചെയ്തു എന്ന് പറയുന്നത്. പരിചയമുള്ളൊരു വീട്ടിലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു. ഞാൻ ആ വിവരം ഒന്ന് അറിയിച്ചു. അങ്ങനെ ഒരു വിശദീകരണം മാത്രം മതി അതിന്. അതിപ്പോ നിത്യക്ക് ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് ഞാൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അവള് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവാം. നിയമത്തിന്റെ മുമ്പില് വീണയുടെ കോളിന് അത്രയും സാധ്യതയുള്ളൂടോ. തനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടോ? എന്നെ കൊല്ലണമെന്നുണ്ടോ? തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യടോ. എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല്. പക്ഷേ താൻ ഒന്നോർത്തോ, അതേ നിമിഷത്തില് ആ കുഞ്ഞിന്റെ മേലും കൂടിയാ താൻ കൈവയ്ക്കുന്നത്. ഇത് വീണയാടോ. ജയിക്കണമെന്ന് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടാലേ ജയിച്ചിട്ടേ അടങ്ങൂ. ജീവൻ ജയിലിലായതുകൊണ്ട് നിങ്ങളെല്ലാരും രക്ഷപ്പെട്ടോന്ന് കരുതണ്ട. വീണ പുറത്തുണ്ട്. നിന്റെയൊക്കെ തലയില് ഇടുത്തിയായിട്ട് പെയ്യാൻ. മനുവിനെ പോലെയല്ല അവന്റെ കുടുംബം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉറക്കെയാണ് സംസാരം. അതാരെയൊക്കെ വേദനിപ്പിക്കുമെന്നുള്ളതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. എത്ര സിമ്പിളായിട്ട് എന്നോട് പറഞ്ഞു എന്നറിയോ? മോനെ കണ്ടു കിട്ടിയില്ലെങ്കിൽ മോള് സുജാതയുടെ വീട്ടിൽ നിന്നോട്ടെ എന്ന്. അങ്ങനെയൊക്കെ അവര് പറഞ്ഞോ? എന്നോട് പറഞ്ഞത് പോട്ടെ, അച്ഛന്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ധിക്കാരത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോ കേട്ട് എല്ലാം കേട്ട് നിന്നതേ ഉള്ളൂ. ബന്ധുക്കളോടുള്ള മര്യാദ. അപ്പോ ആ ബന്ധത്തില് ഒരു വിള്ളൽ ഉണ്ടാക്കിയത് ഞാനല്ലേ അമ്മേ? അമ്മയ്ക്ക് എന്നെ ചേർത്ത് പിടിച്ച് മതിയായില്ലേ? പണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ശാപം കിട്ടിയ ജന്മാണ് എന്റേതെന്ന്. തൊടുന്നവർക്കൊക്കെ ആ ശാപം പടരും.
ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ മോളെ? വിവരമില്ലാത്ത ഓരോരുത്തർ ഓരോന്ന് പറയുന്നത് നീ ഏറ്റുപിടിക്കുകയാണോ? മുൻപൊക്കെ ചെയ്തിരുന്ന പോലെ ആദ്യമോൻ എവിടെയെങ്കിലും ഓടിപ്പോയതാണെന്ന് മനസ്സ് പറയുന്നു. ആഹാ, എടി നീ കുറെ നേരമല്ലേ ഈ ടിവിയുടെ മുമ്പില്? അച്ഛൻ സീ കേരളത്തിന് പുതിയ ലോഗോ കണ്ടോ? എവിടെ? ആഹാ, നല്ല രസമുണ്ടല്ലേ? ആ, ഓരോ പുതിയ മാറ്റവും മുന്നോട്ടുള്ള ചുവടുവയ്പ്പാണ്. പുതിയ ലോഗോ, പുതിയ സമയക്രമം, പുതിയ ജീവിത കാഴ്ചകൾ. നമ്മൾ സീ കേരളത്തിനൊപ്പം. പേടിക്കാനുണ്ട്. അമ്മയുടെ മോൻ ജയിലിലേക്ക് പോയപ്പോ കൂടെയുള്ളവരോട് എന്തൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. എന്റെ ചിന്തയും ആ വഴിക്ക് തന്നെയാ മോളെ. ഇന്ത്യയിലിപ്പം മനയുള്ളത് ഒരാശ്വാസം. അന്വേഷണമൊക്കെ അവന് നേരിട്ട് നടത്താൻ പറ്റുമല്ലോ. മോളെ, നമ്മുടെ ആദ്യം അവൻ കണ്ടുപിടിക്കും. നമ്മുടെ ആദ്യം മോനെ പോലീസുകാർ ഇവിടെ കൊണ്ടുവരും. നല്ലതിന് ശ്രമിച്ചിട്ട് അതൊരു ദുരന്തമായി മാറി. ഞാനത് ചെയ്യണ്ടായിരുന്നു. ഞാൻ ഒന്നും ചെയ്യണ്ടായിരുന്നു. അവൻ കരഞ്ഞോട്ടെ, എന്നെ കാണാതെ ബഹളം വെച്ചോട്ടെ എന്ന് കരുതി എവിടെയെങ്കിലും ഇരുന്നാ മതിയായിരുന്നു. എങ്കിൽ എന്റെ മോൻ ഒരിടത്തും പോവില്ലായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം. കരയല്ലേ മോളെ. വീണ, കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. നിനക്ക് എന്താ വേണ്ടത്? അവസാനം ഹരിയേട്ടൻ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചല്ലേ? ഇക്കാര്യത്തിൽ നിന്റെ മുന്നിൽ തോറ്റു തരാൻ ഞാൻ. ഈ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നവർക്ക് ഡിമാൻഡ്സ് ഉണ്ടാവുമല്ലോ, നീ അത് പറഞ്ഞോ, ഞാനത് ചെയ്യാം. നിത്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹരിയേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഹരിയേട്ടാ ഇങ്ങനൊരു പുട്ടിക്കളി ഞാൻ കളിച്ചത്. കുഞ്ഞ് തിരിച്ചെത്തിയില്ലെങ്കിലേ ജ്യോതിയും മനുവും പതുക്കെ പതുക്കെ ആ സുജാത പോലെ നിത്യയെ വെറുക്കും. അത് ഹരിയേട്ടന് സഹിക്കാൻ പറ്റുമോ? ഹരിയേട്ടന്റെ ആരാധികയല്ലേ നിത്യ. ഹരിയേട്ടന്റെ സ്നേഹം മുഴുവൻ കൊടുക്കുന്ന പെണ്ണല്ലേ. മതി, നിന്റെ ഡിമാൻഡ്സാണ് ഞാൻ ചോദിച്ചത്. ഡിമാൻഡ്സ്? ആദിയുടെ കുടുംബത്തിൽ നിന്നും എനിക്കൊന്നും വേണ്ട. ഹരിയേട്ടൻ അധ്വാനിച്ച് സമ്പാദിച്ചതിൽ നിന്നും ഒരൊറ്റ പൈസ പോലും എനിക്ക് വേണ്ട. വീണയുടെ കണക്കൊക്കെ കീറി കൃത്യ. എന്റെ സ്വത്ത്, എനിക്ക് അവകാശപ്പെട്ട സ്വത്ത്, അതാ എനിക്ക് വേണ്ടത്. വീണേ, അത് അച്ഛൻ സമ്മതിക്കില്ല. സമ്മതിപ്പിക്കണം, അതാ എനിക്ക് വേണ്ടത്.
അല്ലെങ്കിലേ മിസ്റ്റർ രാമകൃഷ്ണന്റെ ചെവി ചെന്ന് പറഞ്ഞു കൊടുക്കണം, പൊന്നുമോന്റെ പ്രിയപ്പെട്ട വീട്ടില് ചിലതൊക്കെ സംഭവിക്കൂന്ന്. നിൽക്കാൻ ഒരു തരി മണ്ണ് പോലും ഇല്ലാതെ ഞാൻ ഒരാളോടും കനിവ് പോലും കാണിക്കില്ലെന്ന്. കൊല്ലും ഞാൻ, കൊന്നു തള്ളും ഞാൻ. പിന്നൊരു ഇടപാടാകുമ്പോ അതിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവുമല്ലോ. തൽക്കാലം ഒരു ആശ്വാസം ഞാൻ തരാം. ഒരിക്കൽ എന്നെ അന്വേഷിച്ച് ഒരു പ്രൊഡ്യൂസർ വന്നിരുന്നു. ഒരു 50 lakhs ഞാൻ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ്. അയാൾ ഇപ്പോഴും എന്റെ പുറകെ തന്നെയാ. എനിക്ക് ആ കടമൊന്ന് വീട്ടണം. അതുകൊണ്ട് ആദ്യ ഗഡുവായിട്ട് ഒരു 50 ലക്ഷം രൂപ ഇങ്ങ് തന്നാ മതി. തൽക്കാലം ഞാനെങ്കിൽ ക്ഷമിക്കാം. ഇത് കൊള്ളാവുന്ന ഓഫറാ. ഹരിയേട്ടാ വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് തളർന്നുള്ള നിങ്ങളുടെ ഈ നിപ്പ് കാണാൻ. പിന്നെ പണം കൊണ്ടുവരുമ്പോ ഹരിയേട്ടൻ മാത്രം വന്നാ പോരാ, അച്ഛനും കൂടെ വരണം. അച്ഛന്റെ കയ്യിൽ നിന്നേ ഞാൻ ആ പണം വാങ്ങും. എന്നാലേ ആദ്യം പുറത്തിറങ്ങും. അപ്പോ ഡിമാൻഡ് എല്ലാം സംസാരിച്ച് തീർന്നു. നൗ യുവർ ടൈം സ്റ്റാർട്ട്സ്.